ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ യു.പി. സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. കാർത്തികപ്പള്ളി ഗവൺമെന്റ് സ്കൂളിലാണ് അപകടമുണ്ടായത്. അവധി ദിവസമായതിനാൽ വൻ അപകടം ഒഴിവായി. കെട്ടിടത്തിൽ ക്ലാസ് പ്രവർത്തിച്ചിരുന്നില്ലെന്നാണ് പ്രധാനാധ്യാപകൻ പറഞ്ഞത്. ഷൈജു ചേരുന്നു. ഷൈജു, എങ്ങനെയാണ് അപകടമുണ്ടായത്? ക്ലാസ് അവിടെ പ്രവർത്തിക്കാറില്ലെന്ന് അധ്യാപകൻ പറയുന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും സൺഡേ ആയതുകൊണ്ട് ഒരു അപകടം ഒഴിവായെന്ന് തന്നെ കരുതണോ അല്ലേ? ധന്യ, അതായത് ഇന്ന് രാവിലെയാണ് ഈ മഴയത്ത് ഈ സംഭവം ഉണ്ടാകുന്നത്. രാവിലെ ഈ കെട്ടിടം മറിഞ്ഞ് തകർന്നു വീഴുകയായിരുന്നു. ഈ ഓഫീസ് അടക്കം പ്രവർത്തിക്കുന്ന കെട്ടിടമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്കൂളിന്റെ ഏറ്റവും മുൻഭാഗത്തുള്ള കെട്ടിടത്തിന്റെ ഒരു ഭാഗം, അതായത് കെട്ടിടത്തിന്റെ മേൽക്കൂരയോട് ചേർന്ന് ഉള്ള മുൻഭാഗത്തെ മേൽക്കൂരയാണ് തകർന്ന് താഴെ വീണത്. ഈ മഴ ശക്തമായതോടുകൂടിയാണ് തകർന്ന് താഴെ വീഴുന്നതിന് കാരണമായത്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി പറയുന്ന 50 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഫിറ്റ്നസ് ഇല്ല, ഇത് ക്ലാസ് മുറികൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നാണ് അധ്യാപകർ പറയുന്നത്. പക്ഷെ സ്കൂളിൽ ചെല്ലുമ്പോൾ കാര്യം മനസ്സിലാകും. സ്കൂളിന്റെ ഓഫീസ് അതിലാണ് പ്രവർത്തിച്ചിരുന്നത്. കാരണം സ്കൂളിന്റെ ഓഫീസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ക്ലാസ് പ്രവർത്തിച്ചിരുന്നോ എന്നും ഒരു സംശയമുണ്ട്. കാരണം സ്കൂളിന്റെ ബോർഡിനകത്ത് 15/7/2025 എന്ന് പറഞ്ഞു എഴുതിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ക്ലാസ് നടന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് കാര്യങ്ങളുള്ളത്. രാവിലെ തകർന്നു വീണതിന് ശേഷം ഇതിനകത്തെ ബെഞ്ചുകൾ എടുത്തു മാറ്റിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. BJP ഇവിടേക്ക് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് ഇവിടെ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടും പഞ്ചായത്തിന്റെ അധികൃതരോ ബന്ധപ്പെട്ട ആളുകളോ ഇവിടേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് BJPയും കോൺഗ്രസും തമ്മിൽ വലിയ തർക്കമുണ്ടായി. BJP അവിടേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. BJPയും കോൺഗ്രസും തമ്മിലുള്ള തർക്കത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരുന്നു. ഏതായാലും ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടമാണ്, അവിടെ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നൊരു ന്യായമാണ് പറയുന്നതെങ്കിൽ പോലും കുട്ടികൾ നിരന്തരമായി വന്നു പോകുന്ന ഓഫീസ് പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, ഒരു സ്കൂളിൽ ഓഫീസ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്, വരാന്തയാണ് പ്രധാനപ്പെട്ട ഭാഗം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഷൈജു ഒന്ന് തുടരാമോ? സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ബിജു ചേരുന്നുണ്ട്. ഹെഡ് മാസ്റ്റർ, എന്ത് സംഭവിച്ചതാണ് സ്കൂളിൽ? സാധാരണ കുട്ടികൾ ഉപയോഗിക്കുന്ന ക്ലാസ് മുറിയാണോ? അല്ല, കുട്ടികൾ ഉപയോഗിക്കുന്ന ക്ലാസ് മുറിയല്ല, അൺഫിറ്റായ ക്ലാസ് മുറികളാണത്. ഇത് ഇപ്പം സൺഡേ ആയതുകൊണ്ട് കുട്ടികൾ ആ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലമായിരിക്കുമല്ലോ. സ്കൂളിനോട് ചേർന്നുള്ള കെട്ടിടം തന്നെയാണോ ഇത്? സ്കൂളിനകത്തുള്ള കെട്ടിടം തന്നെയാണ്. ഓക്കെ, എന്താണ് പൊളിച്ചു മാറ്റാത്തത്? എന്താണ് ഉപയോഗശൂന്യമാണെങ്കിൽ? നമുക്കതിന്റെ ഇപ്പം അൺഫിറ്റ് ആണെന്ന് നമ്മൾ അറിയിച്ചു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഊർജ്ജസ്വലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അത് പൊളിച്ചു മാറ്റുമെന്ന് പഞ്ചായത്ത് നമുക്ക് അറിയിപ്പ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് എത്ര കാലമായിട്ട് പൊളിച്ചിട്ട് ഉപയോഗിക്കാത്ത കെട്ടിടമാണ്? നമ്മൾ 1 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതിനിടയിൽ ഒരു നടപടി ഉണ്ടായില്ല അല്ലെ പൊളിച്ചു മാറ്റാൻ? ഏത് നമ്മള് അല്ല ഉപയോഗിക്കാത്ത കെട്ടിടം പൊളിച്ചു മാറ്റാനേ? എന്താ പറഞ്ഞേ? അല്ല, ഉപയോഗശൂന്യമായ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഈ 1 വർഷമായിട്ടും ഒരു നടപടിയും എടുത്തില്ലേ? 1 വർഷമായില്ല, അതിന്റെ നടപടികൾ നീങ്ങാൻ തുടങ്ങിയതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്താണോ അത് ചെയ്യുന്നത്? പഞ്ചായത്താണ് അതിന്റെ കാര്യങ്ങൾ. പഞ്ചായത്ത് അധികൃതർ ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് വരികയോ ഇല്ലെങ്കിൽ അതിന്റെ പ്ലാനോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പഞ്ചായത്ത് അധികൃതർ വന്നു. അപ്പൊ അതിനകത്ത് നമ്മളോട് ക്ലാസ് അതിനകത്ത് നടത്തരുതെന്നുള്ള നിർദ്ദേശം തന്നു, അൺഫിറ്റ് ആക്കി. അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലാസ് അവിടെ നടത്താതിരിക്കുകയാണ്. ക്ലാസ് റൂമിന്റെ ഫ്രണ്ടിലാണ് പൊളിഞ്ഞിരിക്കുന്നത് അല്ലേ? ടെമ്പററി ഷെഡിലേക്ക് നമ്മൾ മാറ്റി ക്ലാസ് റൂം. ഓക്കെ, തൊട്ടടുത്തുള്ള ക്ലാസ് മുറിയിലൊക്കെ പഠിപ്പിക്കാറുണ്ടോ? ഉണ്ട്. ആ തൊട്ടടുത്തെന്ന് മനസ്സിലാൽ അല്പം ഇങ്ങോട്ട് മാറി ടെമ്പററി ഷെഡുകളാണ്. ഓക്കെ, അതിലാണ് കുട്ടികൾ ഇപ്പൊ ഇരിക്കുന്നത്. അതെ. ഇതെന്താ ഇങ്ങനെ, എന്തുകൊണ്ടാണ് ഹെഡ് മാസ്റ്റർ ഇത് നീണ്ടു പോകുന്നത്? ഇത് പൊളിച്ച് പണിയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ? അല്ല, അത് പഞ്ചായത്ത് ഉടൻ തന്നെ പൊളിച്ചു തരാമെന്ന് പറഞ്ഞു. അവര് പൊളിക്കാനുള്ള പ്രവർത്തനങ്ങളും അതിന്റെ പേപ്പർ വർക്കുകളും എല്ലാം ക്ലിയർ ചെയ്ത് അതിന്റെ നടപടിക്രമങ്ങളെല്ലാം ഉണ്ടല്ലോ പൊളിക്കുന്നതിന്. വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടാവില്ലേ? കാരണം കുട്ടികളൊക്കെ ഉണ്ടാവുന്ന സ്ഥലമല്ലേ അത്? അല്ല, അത് ഉടൻ തന്നെ പൊളിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നല്ല നാളെ ആയിരുന്നു ഇത് ഇങ്ങനെ തകരുന്നതെങ്കിൽ വലിയ അപകടം ഉണ്ടാവില്ലായിരുന്നോ? അതെ. സ്കൂൾ അതിൽ സമ്മർദ്ദം ചെലുത്തിയില്ലേ പഞ്ചായത്തിൽ? അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരുമായിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം എന്താണ്? കുട്ടികളെ എവിടെ ഇരുത്തി പഠിപ്പിക്കാനാണ്? നമുക്ക് പുതിയതായിട്ട് കിഫ്ബിയുടെ ഒരു 14 മുറിയുടെ കെട്ടിടം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പണി, അതിന്റെ സിവിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇലക്ട്രിക്കൽ വർക്കാണ് അതിന്റെ നടക്കാനുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സിവിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കുട്ടികളെ നമ്മുടെ വിദ്യാലയത്തിൽ ടെമ്പററി ഷെഡിലിരിക്കുന്ന കുട്ടികളെ മുഴുവൻ നമുക്ക് ഈ ക്ലാസ് മുറികളിലേക്ക് ഇരുത്തുന്നതിനാവശ്യമായിട്ടുള്ള അല്ല, ഞാൻ ചോദിച്ചത് നാളെ എന്ത് ചെയ്യാനാണ് പ്ലാൻ എന്നായിരുന്നു എന്റെ ചോദ്യം. എന്ന് വെച്ചാൽ ഈ ഇടിഞ്ഞ കെട്ടിടത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റില്ല. റിസൾട്ട് നമുക്ക് കിട്ടുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് നമ്മൾ അറിയാം, അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഫിറ്റ്നസ് പരിശോധന കുറിച്ച് ഓഫീസറുമായിട്ടൊക്കെ ആലോചിച്ചതിന് ശേഷം നമുക്ക് നിലവിൽ നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് നമുക്ക് നടക്കുന്നതിന് പ്രശ്നമില്ല. ഓക്കെ, അത് താൽക്കാലിക ഷെഡിലാണ് നടക്കുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പം ഇതിന്റെ ഫിറ്റ്നസ് എങ്ങനെയായിരുന്നു? ജൂണിൽ സ്കൂൾ തുറന്ന സമയത്ത് ഫിറ്റ്നസ് എങ്ങനെയാണ് കണക്കാക്കിയത്? മെയ് 31 നമുക്ക് അൺഫിറ്റ് തന്നിരിക്കുകയാണ്. അൺഫിറ്റ് ആണെന്ന് തന്നതുകൊണ്ടാണ് അങ്ങോട്ട് മാറ്റിയത് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ അൺഫിറ്റ് ഉള്ള സാഹചര്യത്തിൽ അങ്ങനെ ക്ലാസ് ആരംഭിക്കാൻ പറ്റുമോ? അല്ല, ആ ക്ലാസ് മുറിയിലല്ലോ, നമ്മൾ വേറെ ക്ലാസ് മുറികളിലാണ് നടക്കുന്നത് ക്ലാസ്. ഈ ബിൽഡിംഗിൽ ഒന്നും നടക്കുന്നില്ല? ഇല്ലില്ല. ഓക്കെ, എല്ലാം ഈ സ്റ്റാഫ് റൂം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വേറെ ഈ ഷെഡിലാണ്. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ അതിന് വകുപ്പ് അനുമതി നൽകിയോ? അതിന് അനുമതി, ടെമ്പററി അനുമതി നൽകിയിട്ടുണ്ട്. അത് എത്ര പീരീഡാണ്? പീരീഡോ? എത്ര ടൈമിലേക്കാണ് ആ അനുമതി? നമുക്ക് 3 മാസത്തേക്ക്. ഓക്കെ, അപ്പം ഇനി ഇപ്പൊ ജൂണിൽ ഇപ്പൊ ജൂലൈ അത് കഴിഞ്ഞിട്ടും കൂടെ അത് ഉപയോഗിക്കാം. അതിനു മുമ്പ് ഇതിന്റെ പണി തീരുവോ, പുതിയ കെട്ടിടം എന്ന് പറഞ്ഞതിന്റെ? പുതിയ കെട്ടിടത്തിന്റെ പണി ആക്ച്വലി സിവിൽ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, ശരി, നന്ദി.